ഇന്നത്തെ റെസിപ്പി വിഷു സ്പെഷ്യൽ ബീട്രൂട്ട് കടല തോരനാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സദ്യക്കൊക്കെ എപ്പോഴും വെക്കുന്നത് ക്യാബേജ് തോരനാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് ബീട്രൂട്ടും അതുപോലെ കടലയും കൂടിയുള്ളൊരു തോരൻ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചൂടായ കടായിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്ത ചേരുവ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് മൂത്തൊന്ന് നിറം മാറി വരണം. ഇതിലേക്ക് വറ്റൽമുളകാണ് ചേർക്കുന്നത്, ഉണക്കമുളക്. അപ്പോൾ ഉണക്കമുളക് ഒരു 5 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉഴുന്നൊന്ന് നിറം മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചേർത്ത് ചേരുവെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുന്ന സവോളയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ കടലയൊന്ന് ഉപ്പ് ചേർത്താണ് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ബീട്രൂട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടപ്പ് മാറ്റാം. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് വേവിച്ചെടുത്ത ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത 1 കപ്പ് കടല കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ചിരകിയ തേങ്ങയും കടലയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടുപിടിച്ച് വരാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു നന്നായിട്ട് പാകത്തിന് കൂട്ടൊക്കെ പിടിച്ച് കടലയും ചേർത്ത് തേങ്ങയൊക്കെ ആയിട്ട് പരുവത്തിന് തോരനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വിഷു സദ്യ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കടല തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വിഷു സദ്യക്ക് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ക്യാബേജ് തോരനൊക്കെ എപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ ഇത്തവണ ഒരു വ്യത്യസ്തമായിട്ട് ഈ തോരനും എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.